60 വയസ്സായാൽ പണത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ട ഒരവസ്ഥ എനിക്കുണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാവും എല്ലാവരും അല്ലേ? നമ്മൾ സമ്പാദിക്കുന്ന പണം എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യരുത് എന്നെല്ലാം വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്നാൽ 20-25 കൊല്ലം ജോലി ചെയ്ത് ശേഷം കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നോട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠിപ്പോ സ്മാർട്ട്നെസ്സോ കഴിവോ ഒന്നുമല്ല, മറിച്ച് ഇതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്ലാനുകളാണ്, ശരിയായ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളാണ്. അതിനു പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ട് നടത്തുന്ന ഒരേ ഒരു ഇൻഷുറൻസ് പ്ലാൻ ആണ്. ഒരു കാലത്ത് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്ക് മാത്രം ചേരാൻ സാധിച്ചിരുന്ന, പിന്നീട് സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാർക്കും സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാർക്കും മാത്രം ചേരാൻ സാധിച്ചിരുന്ന സ്കീമായിരുന്നു ഇത്. എന്നാൽ 2017 ശേഷം ഏതൊരാൾക്കും ചേരാൻ വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിന്റെ എടുത്തു പറയേണ്ട കാര്യം, ഇതിലേക്ക് പ്രീമിയം അടയ്ക്കുന്നതും ടാക്സ് സേവിങ്ങിൽ കാണിക്കാം. അവസാനം കിട്ടുന്ന തുക അതിപ്പോൾ 50 ലക്ഷമോ 1 കോടിയോ ഒക്കെ ആണെങ്കിലും അതിന് ടാക്സ് പിടിക്കില്ല എന്നതാണ്. അതേപോലെ നമുക്കിപ്പോൾ 35 വയസ്സിൽ 20 ലക്ഷം തിരിച്ചു കിട്ടണം, 45 വയസ്സിൽ 50 ലക്ഷം കിട്ടണം എന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ചേരാം എന്നതാണ് ഇതിന്റെ മാത്രം പ്രത്യേകത. അതായത് EMI ഇല്ലാതെ ഒരു വീട് വെക്കണം അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ ഇത് സഹായിക്കും. പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് സ്കീമിൽ 6ഓളം വ്യത്യസ്ത ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട്. നമ്മൾ അതിലെ എൻഡോമെന്റ് അഷുറൻസ് അഥവാ സന്തോഷ് എന്ന സ്കീമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മറ്റ് ഇൻഷുറൻസ് പോലെയല്ല, 100% ഗ്യാരണ്ടി ഉള്ള ഗവൺമെന്റ് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചേരാം. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്? ആർക്കൊക്കെയാണ് ഇതിൽ ചേരാൻ സാധിക്കുക? എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് തരുന്നത്? ടാക്സ് ബെനിഫിറ്റ്സ് എത്രയാണ്? അതേപോലെ റിട്ടേൺ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നും മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നുള്ള വ്യത്യസ്തത എന്താണ്? പോളിസി ക്ലോസ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? മിനിമം എത്ര കൊല്ലം അടച്ചാൽ അടച്ച തുക തിരിച്ചു കിട്ടും? അടച്ച കാശ് നഷ്ടമാകുമോ തുടങ്ങി എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും നമ്മുടെ ഈ വീഡിയോ. അതുകൊണ്ട് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇതിൽ ചേരുന്നതിനുള്ള പ്രായപരിധി എന്നത് 19-നും 55-നും ഇടയിലാകണം. ഇവിടെ കാണുന്ന ഡീറ്റെയിൽസ് നോക്കിയാൽ നമുക്ക് കാണാം 350 രൂപ മുതൽ ഒരു മാസത്തെ പ്രീമിയം തുടങ്ങുന്നുണ്ട്. ഇവിടെ 2 പ്രത്യേകതകളാണുള്ളത്. അതായത് നമ്മൾ ഒരു 20 ലക്ഷം രൂപ സമ്മർഷ്വൽ കിട്ടുന്ന പോളിസിയിൽ ചേർന്നു എന്ന് വെക്കാം. ഏതെങ്കിലും കാരണവശാൽ പ്രീമിയം തുക അടയ്ക്കാൻ പറ്റുന്നില്ല, പ്രീമിയം കുറയ്ക്കണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അതേപോലെ 60 വയസ്സിൽ കിട്ടാൻ വേണ്ടി ചേർന്ന പ്ലാൻ മാറ്റി 45 വയസ്സിൽ ഫുൾ എമൗണ്ട് കിട്ടണമെങ്കിൽ അതിനുള്ള സൗകര്യം ഈ സ്കീമിലുണ്ട്. ഈ രീതിയിലൊന്നും മറ്റുള്ള ഇൻഷുറൻസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു 25 വയസ്സ് പ്രായമുള്ള സമയത്ത് 2150 രൂപ പ്രീമിയം അടച്ചാൽ 60 വയസ്സിൽ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 28,20,000 രൂപയാണ്. ബോണസ് അടക്കം കിട്ടുന്ന തുക 9 ലക്ഷമാണ് നമ്മൾ ഈ കാലയളവിൽ അടയ്ക്കുക. പ്രീമിയം തുക കൂടുതൽ അടയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കോടീശ്വരനാകാനും പറ്റും. അതായത് മാസാമാസം 8,250 രൂപ അടച്ചാൽ 60-ാം വയസ്സിൽ 1,56,60,000 രൂപ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 60-ാം വയസ്സിൽ 1.5 കോടി കിട്ടിയിട്ട് എന്താണ് കാര്യം? അങ്ങനെ തോന്നുന്നവർക്ക് കസ്റ്റമൈസ് ഓപ്ഷൻ ഉണ്ട്. അതായത് 35, 40, 45, 50, 55 തുടങ്ങി ഏത് പ്രായത്തിൽ വേണമെങ്കിലും തിരിച്ചു കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ മാറ്റാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മളിപ്പോൾ 60 വയസ്സ് സെലക്ട് ചെയ്താൽ പ്രീമിയം കുറയും, താഴോട്ട് വരുംതോറും പ്രീമിയം കൂടുന്നതായിരിക്കും. ഇവിടെ സം അഷ്യൂർഡ് വരുന്നത് 20,000 മുതൽ 50 ലക്ഷം വരെയാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പോളിസി 20,000 ആണ്, 50 ലക്ഷമാണ് കൂടിയത്. അടുത്തത് ഇത് ടാക്സ് സേവിങ് സ്കീം കൂടിയാണ്. അതായത് 80C പ്രകാരം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതേപോലെ ഫൈനൽ സെറ്റിൽമെന്റ് ടാക്സ് ഫ്രീയും ആയിരിക്കും. പിന്നെ ഇതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്ത് 3 കൊല്ലം കഴിഞ്ഞാൽ ലോൺ സൗകര്യം കൂടിയുണ്ട്. ഇതിൽ അതും നല്ലൊരു കാര്യമാണ്. ഇനി ഇതിന്റെ പ്രീമിയം അടയ്ക്കുന്ന കാര്യം പറയാം. പ്രീമിയം എല്ലാ മാസം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കൂടാതെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി അടയ്ക്കാം. അല്ലെങ്കിൽ വർഷത്തിൽ ഒറ്റ തവണയായിട്ട് നമുക്ക് അടയ്ക്കാം. വർഷത്തിലാകുമ്പോൾ പ്രീമിയം തുകയിൽ ഇളവും നൽകുന്നതാവും കേട്ടോ. നമ്മുടെ സൗകര്യം പോലെ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ബോണസ് കാൽക്കുലേഷനെ പറ്റി പറയാം. ബോണസ് കണക്കാക്കുന്നത് നമ്മൾ എത്ര രൂപയുടെ സം അഷ്യൂർഡിനാണ് ചേർന്നിട്ടുണ്ട് എന്നതിനെ നോക്കിയാണ്. അതായത് 1 ലക്ഷം രൂപയാണ് സം അഷ്യൂറൻസ് എങ്കിൽ 5,200 രൂപയാണ് ബോണസ് നൽകുക. 10 ലക്ഷം രൂപയാണ് സം അഷ്യൂർഡ് എങ്കിൽ 52,000 രൂപയായിരിക്കും വർഷത്തിലെ ബോണസ് കിട്ടുക. നമ്മൾ മറ്റ് ഇൻഷുറൻസ് സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതാണ് ഇത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയും കൂടെ ആയതിനാൽ 100% ഗ്യാരണ്ടിയിൽ നമുക്കിതിൽ ചേരാം.
എന്തെങ്കിലും കാരണവശാൽ പോളിസി ഉടമ മരണപ്പെട്ടാൽ എത്ര രൂപ സം അഷ്യൂർഡിനാണോ ചേർന്നത് ആ തുകയും അതുവരെയുള്ള ബോണസും ചേർത്ത് നോമിനിക്ക് കിട്ടുന്നതായിരിക്കും. ഒരേ ഒരു കണ്ടീഷൻ മാത്രം, പോളിസി മുടങ്ങാതെ അടയ്ക്കുന്നതായിരിക്കണം. എന്നാൽ ഏതെങ്കിലും കാരണം കൊണ്ട് പ്രീമിയം എല്ലാം മുടങ്ങിപ്പോയവർക്ക് പ്രീമിയവും അതിന്റെ പിഴയും നൽകിയാൽ വീണ്ടും പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ 5 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ പോളിസി സറണ്ടർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതും കൂടെ ഓർത്തു വയ്ക്കുക. ഇത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ബോണസ് നൽകുന്ന ഇൻഷുറൻസ് ആണ്, പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. അതുകൊണ്ട് ചിട്ടയായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്കുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.